Hi, Assalamu alaikum. How are you? Did you finish all your CC? Which tense is used in these questions? Did you finish all your CC? Tell me. Yes, this is simple past tense. Okay, we are already discussed the simple past tense. Now we are going to learn past continuous tense. Past continuous tense. Okay, listen here. First, I give some questions here. I already given these questions to you. Present perfect or present perfect or perfect continuous tense. എങ്ങനെയാണ് present perfect or present perfect continuous tense ക്രിയേറ്റ് ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിരുന്നു. ഇതിന്റെ ആൻസേഴ്സ് എല്ലാവരും എഴുതിയിട്ടുണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ ആൻസർ ആണ് ഞാൻ ഇനി അടുത്തതിൽ തരുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതിയ ആൻസേഴ്സും ഈ ആൻസേഴ്സും വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒന്ന് നോക്കുക കറക്റ്റ് ആണോ, എത്ര എണ്ണം തെറ്റ് വന്നിട്ടുണ്ട്, എത്ര എണ്ണം ക്ലിയർ ആയിട്ട് ശരിയായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് എനിക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, ആൻസർ കീ: has run, have been cleaning, have you not, have been drinking, have been baking, have you taken, has eaten, has cooked, have finished, has he been eating. Got it? Okay, next we are going to learn past continuous tense. Let's start. First, positive sentence. Next, negative sentence. Third one, yes or no questions. Fourth one, WH questions. And fifth one, usages. Okay, are you ready? Okay, listen. First, positive sentence. Positive sentence. ഇതുവരെ പഠിച്ച ടെൻസിലുള്ള സെയിം ഫോർമുല, സെയിം റൂൾസ് തന്നെയാണ് ഇതിലുള്ളത്. നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് പഠിച്ചപ്പോഴന്നെ ഏകദേശം നമുക്കറിയാം. ഇതിലും എന്തുതന്നെയാണ്, സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ സിംഗുലർ വേർബ്സ് എടുക്കുക, സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ പ്ലൂറൽ വേർബ്സ് എടുക്കുക. അതിലൊരു ചേഞ്ചസ് എന്താ, എല്ലാ ടെൻസിനും ചേഞ്ചസ് ആവുന്ന ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ എപ്പോഴും നമ്മൾ ഐ പ്രസന്റ് ടെൻസിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഐ പ്ലൂറൽ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ഐ പ്ലൂറൽ ഹെൽപ്പിംഗ് വേർബ്സ് ആണ് അതിന്റെ കൂടെ ചേർക്കുക എന്നൊക്കെ നമ്മൾ പഠിച്ചു. ബട്ട് പാസ്റ്റ് ടെൻസിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചേഞ്ചസ് വരുന്നത് എന്താണ്, ഐ വന്നു കഴിഞ്ഞാൽ വാസ് ആണ് യൂസ് ചെയ്യുക, വേർ യൂസ് ചെയ്യില്ല. ഓക്കെ, ലിസൺ. സബ്ജക്ട് വാസ് ഓർ വേർ പ്ലസ് verb fifth form plus object. First, she was sleeping, he was reading a book, she was working in the bank, they were listening music, I was painting a picture. അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സബ്ജക്റ്റ് അല്ലെ, സബ്ജക്റ്റ് എഴുതുക വാസ് ഓർ വേർബിന്റെ അഞ്ചാമത്തെ ഫോം. ഇവിടെ ഐ സബ്ജക്റ്റ് ഐ വന്നു കഴിഞ്ഞാൽ വാസ് യൂസ് ചെയ്യുക. ഇവിടെ മാറരുത്, പാസ്റ്റ് ടെൻസിലേക്ക് വരുമ്പോൾ ഐ വന്നു കഴിഞ്ഞാൽ വാസ് ആണ് യൂസ് ചെയ്യട്ടെ, വേർ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഐ വാസ് പ്ലേയിങ്, വി വേർ പ്ലേയിങ്, യു വേർ പ്ലേയിങ്, ദേ വേർ പ്ലേയിങ്, he was playing, she was playing, it was playing. Got it? She was sleeping. എന്ത് മീനിങ്, അവൾ ഇപ്പോൾ ഉറങ്ങുകയായിരുന്നു. പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞു പോയ കാര്യങ്ങൾ അല്ലെ, കഴിഞ്ഞ കാലത്ത് നമ്മൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്ത് പറയുന്നത്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നത്. ഹി വാസ് റീഡിങ് എ ബുക്ക്, അവനൊരു പുസ്തകം വായിക്കുകയായിരുന്നു, ആ സമയത്ത് വായിച്ചൊക്കെ കഴിഞ്ഞു, ഇപ്പൊ അത് ചെയ്യുന്നില്ല അല്ലെ. ഷി വാസ് വർക്കിംഗ് ഇൻ ദ ബാങ്ക്, അവൾ ബാങ്കിൽ ജോലി ചെയ്യുകയായിരുന്നു. ദേ വേർ ലിസണിങ് മ്യൂസിക്, അവർ സംഗീതം കേൾക്കുകയായിരുന്നു. ഐ വാസ് പെയിന്റിംഗ് എ പിക്ചർ, ഞാൻ ഒരു ചിത്രം വരയ്ക്കുകയായിരുന്നു. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, ക്രിയേറ്റ് പോസിറ്റീവ് സെന്റൻസ്. ഇത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, പോസിറ്റീവ് സെന്റൻസ് ഇവിടെ സബ്ജക്റ്റ് നോക്കണം, എന്നിട്ട് ഇവിടെ എന്ത് ഹെൽപ്പിംഗ് വേർബ്സ് ആണോ ചേർക്കണം. വേർബ് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഈ വേർബിന്റെ എത്രാമത്തെ ഫോം ആണോ അവിടെ ചേർക്കേണ്ടത് അതെന്ത് ചെയ്യാം, നിങ്ങൾ എഴുതുക കറക്റ്റ് ആയിട്ട്. ജൂലി ഡാഷ് വേർബ് സ്ലീപ്പ് എന്നാ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട്
വെർബിന്റെ അഞ്ചാമത്തെ ഫോം യൂസ് ചെയ്യണം. ഇവിടെ ജൂലി എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ നോക്കുക, വാസ് ചേർക്കണോ വേർ ചേർക്കണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. എന്നിട്ട് കറക്റ്റ് ആയിട്ട് എഴുതുക. ജൂലി ഡാഷ് സ്ലീപ് അറ്റ് 3 o'clock. യു ഡാഷ് സ്റ്റഡി അറ്റ് 3 o'clock. Luke dash read at 3 o'clock. I dash work at 3 o'clock. They dash chocolate at 3 o'clock. John dash tennis at 3 o'clock. We dash watch TV at 3 o'clock. He dash use the internet at 3 o'clock. You dash cook lunch at 3 o'clock. We dash travel to London at 3 o'clock. Okay. Next. Negative sentence. Negative sentence. Subject plus was or were plus not plus verb fifth form plus object. So she was not sleeping now. He was not reading a book. She was not working in the bank. They were not listening music. I was not painting a picture. ഇവിടെ was not എന്ന് ചേർക്കുന്നത് wasn't എന്നും ചേർക്കാം അല്ലെ. വാസിന് was എന്ന് എഴുതിയിട്ട് n അതിന്റെ തൊട്ടടുത്ത് എഴുതി മുകളിൽ ഒരു കോമ ഇട്ടിട്ട് എന്ത് ചെയ്യാം, ടി എഴുതാം. I wasn't, she wasn't. അതാണ് കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ നോട്ട് എന്നുള്ളത് ഇവിടെ ചേർത്ത് കഴിച്ചത് നെഗറ്റീവ് സെന്റൻസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. She was not sleeping now. അപ്പൊ ഇവിടെ എന്താണ് സെയിം അതിനെ പോസിറ്റീവ് സെന്റൻസ് പഠിച്ചതുപോലെ തന്നെ സബ്ജക്റ്റ് വാസ് ഓർ വെയർ, അത് കഴിഞ്ഞ് നോട്ട് ചേർക്കും. വെർബിന്റെ അഞ്ചാമത്തെ ഫോം. ഐ വന്നാൽ വാസ് ചേർക്കണം. വി യു ദേ പ്ലൂരൽ വന്നു കഴിഞ്ഞാൽ വെയർ യൂസ് ചെയ്യാം. ഹി ഷീ ഇറ്റ് സിംഗുലർ വന്നു കഴിഞ്ഞാൽ വാസ് യൂസ് ചെയ്യാം. അപ്പൊ ഐ വാസ് നോട്ട് പ്ലേയിങ്. വി വെയർ നോട്ട് ഗോയിങ്. യു വെയർ നോട്ട് ഗോയിങ്. ദേ വെയർ നോട്ട് ഗോയിങ്. ഹി വാസ് നോട്ട് റീഡിങ്. She was not reading. It was not reading. Got it? Next. Create negative sentence. Negative sentence എന്ത് ചെയ്യാ, ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ നെഗറ്റീവ് സെന്റൻസ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതിന്റെ ചുരുക്കിയുള്ള ഫോംസ് എഴുതി വെക്കുക. wasn't, weren't. Okay? Mr. Brown dash not walk in the garden when the murder happened. Mr. Black dash not work in his study when the murder happened. Miss Jones dash not talk to Mr. White when the murder happened. Negative sentence ആണ് ഇത്. നെഗറ്റീവ് സെന്റൻസ് ഏത് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. Dr. Ford dash not read in his room when the murder happened. Mr. and Mrs. Green not eat in the dining room when the murder happened. Mr. Blue dash not drink coffee in the library when the murder happened. The maid dash not clean the bedrooms when the murder happened. I dash not listen to music when the murder happened. The dogs dash not play outside when the murder happened. Got it? Okay, next. Yes or no questions. Was or were plus subject plus verb fifth form plus object. Was or were. ഇവിടെ helping verbs ഏതാണ്? Was or were. അപ്പോൾ അത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ yes or no questions. Was he eating chocolate? അവൻ ചോക്ലേറ്റ് കഴിക്കുകയായിരുന്നു. Were you studying? നീ പഠിക്കുകയായിരുന്നു. Was she doing her homework? അവൾ അവളുടെ homework ചെയ്യുകയായിരുന്നു. Were you meeting at 6 o'clock? നിങ്ങൾ 6 മണിക്ക് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. Was I speaking English? ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചിരുന്നു. Was or were. Subject verb fifth form. Was I playing? Was I playing? I subject ആയി വന്നു കഴിഞ്ഞാൽ was ഉപയോഗിക്കാം. പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ were ഉപയോഗിക്കാം. അപ്പോൾ were we speaking? Were you speaking? Were they speaking? Was he playing? Was she playing? Was it playing? Got it? Next. Create yes or no questions. So, when you arrived at the party, the question alla, when you arrived at the party, ഇവിടുന്നാണ് yes or no questions എഴുതേണ്ടത് നമ്മൾ. ഡാഷ് അലൻ ഡാൻസ്. ഇവിടെ സബ്ജക്ട് അലൻ തന്നിട്ടുണ്ട്, ഡാൻസ് എന്നുള്ള വെർബിന്റെ ഫോമും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ സബ്ജക്ട് നോക്കുക. അപ്പൊ വാസ് ഓർ വെയർ ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് വെർബിന്റെ എത്രാമത്തെ ഫോം യൂസ് ചെയ്യണം?
എന്നിട്ട് സബ്ജക്റ്റ് എഴുതുക, എന്നിട്ട് വെർബിന്റെ അഞ്ചാമത്തെ ഫോം യൂസ് ചെയ്യുക. അപ്പോൾ when you arrived at the party dash Alan dance. When you arrived at the party dash Susie drink. When you arrived at the party John and Anne sing. John and Anne രണ്ടുപേര് വന്നിട്ടുണ്ട് അല്ലേ? When you arrived at the party Luke talked to the girls. When you arrived at the party Jyoti put on makeup. When you arrived at the party we cook. When you arrived at the party Jane play the guitar. When you arrived at the party David read a book. When you arrived at the party Francis sit in the corner. When you arrived at the party everybody have fun. Got it? Next. Okay, next WH questions. Question word plus was or where plus subject plus verb fifth form plus question mark. When was he working? അവൻ എപ്പോഴാണ് ജോലി ചെയ്യുന്നത്? What were you studying? നിങ്ങൾ എന്താണ് പഠിക്കുന്നത്? Who were we meeting? നമ്മൾ ആരെയാണ് കണ്ടുമുട്ടുന്നത്? What was she doing? അവൾ എന്താണ് ചെയ്യുന്നത്? How were they traveling? അവർ എങ്ങനെ യാത്ര ചെയ്യുന്നു? അപ്പോൾ question word plus was or where plus subject plus verb fifth form. Question word where, what, where, was or where, അതിനുശേഷം helping verbs, പിന്നെ subject, പിന്നെ verb ന്റെ fifth form. Where was I playing? Where was I playing? What were we doing? What were you doing? What were they doing? Where was he playing? Where she playing? Sorry, where was she playing? Where was it playing? Got it? Next, create WH questions. When I saw you and Lucy last night, where dash you go? ഇവിടെ where question word ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? സബ്ജക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വെർബിന്റെ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ എഴുതും? When I saw you and Lucy last night, where were you going? When I saw you and Lucy last night, where were you going? When I saw you and Lucy last night, what dash you do? When I saw you and Lucy last night, who dash you meet? When I saw you and Lucy last night, what dash Lucy wear? When I saw you and Lucy last night, what dash you eat? When I saw you and Lucy last night, what dash you drink? When I saw you and Lucy last night, why dash Lucy smoke? When I saw you and Lucy last night, who dash you talk to? When I saw you Lucy last night, what dash you carry? When I saw you and Lucy last night, how dash Lucy feel? Got it? Next, past continuous tense ന്റെ usage ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. First, story background. Story background. Second one, overlapping action. Third one, some past habits. Fourth one, emphasis of length of actions. Emphasis of length of actions. First, story background. നോക്കാം. Story background. The same way we can use the past continuous for the background of a story, we often use the past simple for the action. This is really specific example of use. അപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും ആക്ഷൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലും പറയണമെന്ന്. അതേ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്താണ്? ബാക്ക്ഗ്രൗണ്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും പിന്നെ ആക്ഷൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലും. എക്സാമ്പിൾ, ദ ബേർഡ്സ് വെയർ സിംഗിങ്, ദ സൺ വാസ് ഷൈനിങ്, ആൻഡ് ഇൻ ദ കഫേസ് പീപ്പിൾ വെയർ ലാഫിംഗ് ആൻഡ് ചാറ്റിംഗ്. ആമി സാറ്റ് ഡൗൺ and took out her phone. അപ്പോൾ ആമി സാറ്റ് ഡൗൺ ആൻഡ് took out her phone എന്ന് പറയുന്ന ഈ ആക്ഷൻസ്, ഇതാണ് ആക്ഷൻസ്. ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഉള്ളത്. ബട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് ബേർഡ്സ് വെയർ സിംഗിങ്, സൺ വാസ് ഷൈനിങ് എന്നൊക്കെ പറയുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ എന്തിനാ പറഞ്ഞിട്ടുള്ളത്?
past continuous tense. Okay, got it? Next, overlapping action. Overlapping actions എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷൻസ് നടന്നുകൊണ്ടിരിക്കെ വേറെ ആക്ഷനും കൂടി നടക്കുക, അതിനാണ് ഓവർലാപ്പിംഗ് ആക്ഷൻസ് എന്ന് പറയുന്നത്. ഓവർലാപ്സ് an action in the past which overlaps another action or a time. ഒരു ടൈമോ അല്ലെങ്കിൽ ഒരു ആക്ഷൻസ് വേറൊരു ആക്ഷൻസും കൂടി നമ്മൾ അതിന്റെ കൂടെ പറയാം. അങ്ങനെ പറയുമ്പോഴും നമ്മൾ എന്ത് ഉപയോഗിക്കും? past continuous tense. The action in the past continues start before and often continues after other shorter actions or time. For example, next, I was walking to the station when I met John. I was walking to the station. ഞാൻ സ്റ്റേഷനിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ when I met John, ഞാൻ ജോണിനെ മീറ്റ് ചെയ്തു അല്ലെ, കണ്ടുമുട്ടി. അപ്പൊ I was walking to the station when I met John. അപ്പൊ ഇവിടെ സ്റ്റേഷനിലേക്ക് നടക്കുക എന്നുള്ള ഒരു ആക്ഷൻ നടക്കുന്നുണ്ട്, അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ജോണിനെ മീറ്റ് ചെയ്തു. അപ്പൊ ജോണിനെ മീറ്റ് ചെയ്തു എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. ബട്ട് നടന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പൊ ചെയ്തു കഴിഞ്ഞ ആക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും പറയുന്നുണ്ട്. ഐ സ്റ്റാർട്ടഡ് വാക്കിംഗ് ബിഫോർ ഐ മെറ്റ് ജോൺ. ജോണിനെ മീറ്റ് ചെയ്യുന്നതിന് മുൻപേ എന്റെ വാക്കിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ചെയ്യുന്ന ആക്ഷന് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും രണ്ടാമത് ഉണ്ടാവുന്ന ആക്ഷന് സിമ്പിൾ പാസ്റ്റ് ടെൻസിലും പറയണം. ഐ സ്റ്റാർട്ടഡ് വാക്കിംഗ് ബിഫോർ ഐ മെറ്റ് ജോൺ ആൻഡ് മേ ബി ഐ കണ്ടിന്യൂഡ് ആഫ്റ്റർവേർഡ്സ്. അവനെ കണ്ടതിന് ശേഷം വീണ്ടും എന്റെ വാക്കിംഗ് ഞാൻ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. സെക്കൻഡ് വൺ, അറ്റ് 3 o'clock I was walking. At 3 o'clock I was walking. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് ബിഫോർ 3 o'clock ആൻഡ് ഫിനിഷ്ഡ് ആഫ്റ്റർ 3 o'clock. ഈ സമയം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പറയുന്നത് അല്ലെ, പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ 3 o'clock മുൻപ് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, എന്റെ ജോലി സ്റ്റാർട്ട് ചെയ്തു. 3 o'clock കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? എന്റെ ജോലി ഫിനിഷ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. നെക്സ്റ്റ് സം പാസ്റ്റ് ഹാബിറ്റ്സ്. നമ്മൾ ഹാബിറ്റ്സ് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലും ഹാബിറ്റ്സ് നമ്മൾ പറയാറുണ്ട്, ടെമ്പററി ഹാബിറ്റ്സ് അല്ല. അപ്പൊ ഇവിടെ സം ഹാബിറ്റ്സ്, പാസ്റ്റ് ഹാബിറ്റ്സ്, നമുക്ക് മുൻപ് ഉണ്ടായിരുന്ന ഹാബിറ്റ് പക്ഷെ ഇപ്പൊ ഇല്ല, അങ്ങനത്തെ ഹാബിറ്റ്സ് പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? past continuous tense ഉപയോഗിക്കും. Temporary habits or habits that happen more often than we expect in the past. We often use always, constantly and forever here. This is the same as the way we use the past continuous for habits, but the habit started and finished in the past. This thing doesn't happen now. He was always leaving the tap running. She was constantly singing. He was always leaving the tap running. പൈപ്പൊക്കെ തുറന്നു ഇട്ടിട്ട് സ്ഥിരമായിട്ട് അവനത് ഓഫ് ചെയ്യാതെ പോകുന്നൊരു മറവി അത് അവനക്ക് ഉണ്ടായിരുന്നു എന്ന് പറയില്ല. പക്ഷെ ഇപ്പൊ ആ ഹാബിറ്റ്സ് അവനക്ക് ഇല്ല, പക്ഷെ ആദ്യം അവനക്ക് ഉണ്ടായിരുന്നു. He was always leaving the tap running. She was constantly singing. അവള് എന്ത് ചെയ്യായിരുന്നു? ആദ്യമൊക്കെ അവള് പാട്ട് പാടുമായിരുന്നു, പക്ഷെ ഇപ്പൊ അവൾ അങ്ങനെ പാടാറില്ല. ഓക്കെ, നെക്സ്റ്റ്, emphasis of length of actions. Emphasis of length of actions. But to emphasize that something lasted for a while, this use of often optional, and we usually use it with the time expressions like all day or all evening for hours. I was walking in the garden all day. First ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. എന്താണ്? all day, എല്ലാ ദിവസങ്ങളിലും ഗാർഡനിൽ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. I was walking in the garden all day. He was reading all evening. പക്ഷെ ഇപ്പോ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ ഒരു സ്വഭാവം ഇല്ല. He was reading all evening. അങ്ങനെ ലെങ്തി ആയിട്ടുള്ള കുറെ ദിവസം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതിന്, പക്ഷെ ഇപ്പൊ ചെയ്യുന്നില്ല. To emphasize that something lasted for a while, this use is often optional and we usually use it with time expressions like all day, all evening or 4 hours. Got it? Next, create past continuous tense. ഇവിടെ സിമ്പിൾ പോസിറ്റീവ് സെന്റൻസ് ഉണ്ടാവും, നെഗറ്റീവ് സെന്റൻസ് എഴുതണം, yes or no ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, WH ക്വസ്റ്റ്യൻസും ഉണ്ടാവാം. എല്ലാം കൂടെ ചേർന്ന ഒരു 10 ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. നെക്സ്റ്റ് ഗ്രാമർ ക്ലാസ്സിൽ ഇതിന്റെ ആൻസർ ഞാൻ കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് വന്ന തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ കഴിയും. അതിന് തിരുത്തണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം?
ഇതിന്റെ ആൻസേഴ്സ് ഫസ്റ്റ് എഴുതി വെച്ചിരിക്കണം. അപ്പോഴാണ് അതിൽ വരുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാവും, നിങ്ങൾക്ക് ഡൗട്ട്സ് വരികയും ചെയ്യുള്ളൂ. ഓക്കെ, ഗോട്ട് ഇറ്റ്? ഓക്കെ, നൗ ഐ ആം ഗോയിങ് ടു വൈൻഡ് അപ്പ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.